അപ്പോൾ നമ്മളുടെ ICT മാസ്റ്റർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് മാസ്റ്ററിങ് ദ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു എപ്പിസോഡാണിത്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു മാസ്റ്ററിങ് സീരീസിൽ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്താണ്, ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, പലർക്കും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അറിയാതെയാണ് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, അത് ബയേഴ്സ് ഉള്ള സ്ഥലമാണോ, അഥവാ സെല്ല് ചെയ്യേണ്ട സ്ഥലം, ഷോർട്ട് ചെയ്യുന്ന സ്ഥലം എന്താണ്, സെല്ലേഴ്സിൻ്റെ ഏരിയ ആണോ എന്ന് നമ്മൾ പല സമയങ്ങളിലും നമുക്ക് അറിയാതെ പോകുന്നു. ഓക്കെ, അതൊക്കെ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അറിയാത്തതാണ് അതിൻ്റെ മെയിൻ ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. അറൗണ്ട് 1 ഹവറിൻ്റെ മുകളിൽ എന്തായാലും ഡ്യൂറേഷൻ ഈ വീഡിയോക്ക് ഉണ്ടാവും. മുഴുവനായിട്ടിരുന്ന് കാണുകയാണെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു 80% ഓഫ് ഡൗട്ട്സ് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മളുടെ മാസ്റ്ററിങ് ക്ലാസ്സിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ എന്താ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ആൻ എക്സാമ്പിൾ. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ വെച്ച് തന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങാം. ഓക്കെ, ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, സെല്ല് ചെയ്യുന്ന ഏരിയ. ഓക്കെ, സെല്ല് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. സെല്ല് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. അതുപോലെ ബൈ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ബയ്യേഴ്സിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സെല്ലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, സെല്ലേഴ്സ് ഏരിയ ആയിരിക്കണം. ഓക്കെ, കാരണം എന്താണ്, അപ്പോഴല്ലേ നമുക്ക് നമ്മളുടെ പ്രോബബിലിറ്റി കൂടുക. ഓക്കെ, പകരം നമ്മളെന്താ ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത് നമ്മളെപ്പോഴും എന്താണ്, ബയ്യേഴ്സിൻ്റെ ഏരിയയിലായിരിക്കും നമ്മൾ കൂടുതൽ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ബൈ ചെയ്യുന്നത് എവിടെയാണ് വെച്ചിട്ടാണ്, സെല്ലേഴ്സ് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെല്ലും ബൈയും നമ്മളുടെ കൂടുതൽ ഫ്ലോപ്പായി പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരമല്ല ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, എനിക്കിപ്പം ഒരു ബൈ എൻട്രി ആണ്, ഞാനിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ബയ്യേഴ്സിൻ്റെ ഏരിയ അല്ലെങ്കിൽ ബയ്യേഴ്സ് ടെറിറ്ററി, നമ്മൾ ഡിമാൻഡ് സോണെന്നോ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഓക്കെ, അതൊക്കെയാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം ബയ്യേഴ്സിൻ്റെ ഏരിയ. ഓക്കെ, ബയ്യേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയനെയാണ് ബയ്യേഴ്സിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെല്ലേഴ്സിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ എന്താണ്, അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരിക്കും സപ്ലൈ സോണ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, അങ്ങനെ ബെയറിഷ് PDRIs ഒക്കെയാണ് എന്താണ്, ബെയറിഷ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ പറയുകയാണെങ്കിൽ എന്താ, എനിക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നു. ഓക്കെ, ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നു. ഓക്കെ, ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നാൽ എന്താണ്, ഞാൻ 2 തരത്തിലാണ്. ഒന്നെന്താണ്, ഞാൻ അഗ്രസീവായിട്ട് എൻട്രി എടുക്കും. എന്താണ്, നമ്മൾ ബയ്യേഴ്സിൻ്റെ ഇവിടെ ബൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താവണം, ബൈ ആവണം. ഓക്കെ, ബയ്യേഴ്സ് ഉള്ള ഏരിയ നിന്നാണോ ഞാൻ ബൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സെല്ലാണ് എനിക്ക് വന്നിട്ടുള്ളതെങ്കിൽ സെല്ലേഴ്സ് ഉള്ള ഏരിയയിലാണോ ഞാൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലാരിഫൈ ചെയ്യലാണ് നമ്മളുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. മെയിനായിട്ട് നമ്മൾ ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഇതെന്താണ്, ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ്, താഴെ ഒരു സപ്പോർട്ട്. ഈ മെജോറിറ്റി റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട്, മെജോറിറ്റി സപ്പോർട്ട് ബ്രേക്കൗട്ട് ഫെയിലായി പോകുന്നതിൻ്റെ കാര്യം എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ്
ആരെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ബയ്യേഴ്സിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എടുക്കുന്നത് ബൈ ആണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? സെല്ലാണ്. നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മനസ്സിലാകേണ്ടത് ഇവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സപ്പോർട്ടിൽ ബയ്യേഴ്സ് ആണ് ഇവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. എന്നിരുന്നാലും ചില സമയത്ത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ബൈ എടുത്താലും മാർക്കറ്റ് പോകും. അതെന്താണ്? അത് ഇവിടെയുള്ള റെസിസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞു സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. ഈ സെല്ലേഴ്സിനെ ഡൊമിനൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബയ്യേഴ്സ് വരുന്ന സേർട്ടേൺ സമയങ്ങളിൽ മാത്രമേ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ട് മുകളിലേക്ക് പോകൂ. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് എ സെല്ലേഴ്സ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് സെല്ലേഴ്സ് ഏരിയ ആണ്. ആ സെല്ലേഴ്സ് ഏരിയ എന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, ബൈ ചെയ്യുന്നത് ഇതെന്താണ്? ഇവിടെ കൂടുതൽ മെജോറിറ്റി ചാൻസ് പ്രൈസ് താഴേക്ക് വരാനാണ്. ഓക്കെ, കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് താഴെ വരുന്നല്ല, മുകളിൽ പോയിട്ട് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, ഇൻ കേസ് എന്താണ്? റെസിസ്റ്റൻസ് ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും ചില സമയങ്ങളിൽ. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്നവരുണ്ട്. ഇത് സക്സസ് ആവുന്നത് എപ്പോഴാണ്? ഈ റെസിസ്റ്റൻസിനെ ഡൊമിനൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബുള്ളിഷ് മൂവ് വന്നാൽ മാത്രമേ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആകൂ. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ സെല്ലേഴ്സ് താഴേക്ക് പുഷ് ചെയ്യും. ഓക്കെ, വൈസ് വേഴ്സ ആണ് സപ്പോർട്ടിലും. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെറിയ ഒരു എക്സാമ്പിൾ ലെവലിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണം. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ബയ്യേഴ്സ് ഉള്ള ഏരിയയിൽ നിന്നാണോ ഞാൻ ബൈ ചെയ്യുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്. സെല്ല് ചെയ്യുന്നതാണെങ്കിൽ സെല്ലേഴ്സ് ഉള്ള ഏരിയ, അവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം? സെല്ലിംഗ് ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്, അതുപോലെ DRT ലെവൽസ്. ഓക്കെ, എന്താണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്, അതുപോലെ DRT ലെവൽസ്. ഓക്കെ, ICT ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ടൂളാണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ആൻഡ് DRT ലെവൽസ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യുക? ഈ രണ്ടിനെയും നമ്മൾ നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ എന്താണ്? ഇത് നമ്മൾ ഫിബോനാച്ചി ടൂൾ വെച്ചിട്ടാണ് രണ്ട് കോമ്പോണൻസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫിബോനാച്ചി ടൂളിൽ 0, 1, 0.5. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ലെവൽസ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇവിടെ ഒരു പ്രീമിയം, ഈ ഏരിയന് എന്താ നമ്മൾ പറയുന്നത്? പ്രീമിയം ഏരിയ. കണ്ടല്ലേ, പ്രീമിയം ഏരിയ. നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കൗണ്ടഡ് ഏരിയ. ഇതിൻ്റെ ഫ്ലാറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഏരിയ. ഓക്കെ, അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ടിന് 3 കോമ്പോണൻസ് ആണുള്ളത്. എന്താണ്? ഫസ്റ്റത്തെ ഏരിയ എന്ന് പറയുന്നത് പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ. ഓക്കെ, അതുപോലെ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രീമിയം ഏരിയ എന്ന് പറയുന്നത്? എന്താണ്? പ്രീമിയം ഏരിയയിൽ പ്രൈസ് എപ്പോഴും ഹൈ ആയിരിക്കും. ഓക്കെ, ഹൈ പ്രൈസ് ആയിരിക്കും പ്രീമിയം ഏരിയയിൽ. ഡിസ്കൗണ്ട് ഏരിയയിൽ എന്തായിരിക്കും? പ്രൈസ് ചീപ്പ് പ്രൈസ് ആയിരിക്കും, വളരെ തുച്ഛമായ വിലയേ ഉണ്ടാവും. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ എന്താണ്? ഹൈ പ്രൈസും അല്ല, ലോ പ്രൈസും അല്ല, ഒരു മീഡിയം ലെവൽ. ഓക്കെ, പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ പ്രീമിയം അല്ല, ഡിസ്കൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ടും അല്ല. ഓക്കെ, ആ ഒരു ലൈനിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്താ ചെയ്യാം? അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് പറഞ്ഞതുപോലെ തന്നെ DRT ലെവൽ. ഓക്കെ, DRT ലെവൽ എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നമ്മൾ ഫിബോനാച്ചി ലെവലിൽ 3 ലെവൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ, ഇക്വിലിബ്രിയം ഏരിയ. DRT ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഡീലിംഗ് റേഞ്ച് തിയറി ലെവൽസ്. ഓക്കെ, ICTയുടെ നെക്സ്റ്റ് ആയിട്ട് എന്താണ്? പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് എന്ത്? ഈ DRT ലെവൽ. DRT ലെവൽ എന്ന് പറയുന്നത് എന്താ? പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ടിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതും എന്താണ്? സെയിം കാര്യമാണ്. നമ്മൾ പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ, ഇക്വിലിബ്രിയം ഏരിയ ആണ് നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ടിൽ പഠിച്ചെങ്കിൽ DRT ലെവലിൽ
ആ പ്രീമിയം ഏരിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമൽ പ്രീമിയം ഏരിയ, അതുപോലെ ഡീപ്പ് പ്രീമിയം ഏരിയ. ഓക്കെ, അതുപോലെ ഡിസ്കൗണ്ടിന് എന്താണ്? ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ, അതുപോലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നോർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ DRT ലെവലിൽ എത്ര കോമ്പോണൻസ് ഉണ്ട്? 5 കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് 5 കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, DRT ലെവൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് DRT ലെവൽസിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രീമിയം മാസ് ഡിസ്കൗണ്ടിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീപ്പ് പ്രീമിയം ഏരിയയിൽ എന്തായിരിക്കും? പ്രൈസ് വെരി ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും. ഓക്കെ, പ്രീമിയം ഏരിയയിൽ എന്താണ്? പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എന്താണ്? പ്രൈസ് ഹൈ പ്രീമിയം അല്ല, ലോ പ്രീമിയം അല്ല, ഒരു 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 എന്താണ്, ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടായിരിക്കും പ്രൈസ്. അതുപോലെ ഡിസ്കൗണ്ട് ഏരിയയിൽ എന്തായിരിക്കും? പ്രൈസ് കുറച്ച് ചീപ്പായിരിക്കും. ഡീപ്പ് ഡിസ്കൗണ്ടിൽ എന്തായിരിക്കും? പ്രൈസ് വളരെയധികം ചീപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രീമിയം ഏരിയ എന്ന് പറയുമ്പോൾ, നമ്മൾ ഡീപ്പ് പ്രീമിയം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഹൈ പ്രൈസ് ആയിരിക്കും. അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് മാത്രം. ഓക്കെ, പ്രീമിയം ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? അവിടെ പ്രൈസ് കൂടുതൽ തന്നെയാണ്, പക്ഷെ ഡീപ്പ് പ്രീമിയത്തിലെ പോലെ ഹൈ പ്രൈസ് ആയിരിക്കില്ല. ഓക്കെ, അതുപോലെ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞ പോലെ. ഓക്കെ, അടുത്ത ഡീപ്പ് ഡിസ്കൗണ്ട് പറയുമ്പോൾ എന്താണ്? ഹൈ പ്രൈസ് ആയിരിക്കും, വെരി ചീപ്പ് പ്രൈസ് ആയിരിക്കും. അതുപോലെ ഡിസ്കൗണ്ട് ഏരിയയിൽ എന്താണ്? അത് അത്യാവശ്യം ചീപ്പ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. ഞാൻ ഒരു സ്പ്ലെൻഡറിൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു DRT ലെവൽസ്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു മൊബൈൽ ഫോണിൻ്റെ കേസ് വെച്ച് പറയുകയാണ്. ഈ മൊബൈൽ ഫോണിന് 20,000 രൂപയാണ്. ഓക്കെ, നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 20,000 രൂപ. ഓക്കെ, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാണ്. ഓക്കെ, 20,000 രൂപ ആണ് ഈ ഫോണിന്. എന്താണ്? ഹൈ പ്രൈസും ലോ പ്രൈസും അല്ല, 20,000 രൂപ. ഓക്കെ, ഈ ഫോണിന് തന്നെ 80,000 രൂപ എന്ന് പറയുമ്പം അത് ഏത് കാറ്റഗറിയിൽ വരും? ഡീപ്പ് പ്രീമിയത്തിലല്ലേ വരിക. ഓക്കെ, 20,000-ത്തേക്കാൾ 60,000 രൂപ കൂടുതലാണ് ഇപ്പോൾ ഈ ഫോണിന്. ഓക്കെ, 80,000. അതുപോലെ തന്നെ ഒരു 40,000 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രീമിയം ഏരിയ, നോർമൽ പ്രീമിയം ഏരിയയിലായിരിക്കും ഇതിൻ്റെ വാല്യൂ കിടക്കുന്നത്. അതുപോലെ ഒരു 10,000 രൂപ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിസ്കൗണ്ട് ഏരിയയിലും. അതുപോലെ ഒരു 5,000 രൂപ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയയിലും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്? പ്രീമിയം ഏരിയ, ഡീപ്പ് പ്രീമിയം ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി സെല്ലിംഗ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇവിടെ ബൈയിങ് ചെയ്താൽ നമ്മൾ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. വിജയിക്കുമായിരിക്കാം 10-ൽ 2 പ്രാവശ്യം, 8 പ്രാവശ്യം നമ്മൾ തോൽക്കും. കാരണം എന്താണ്? ഇത് ഡീപ്പ് ഡിസ്കൗണ്ടാണ്. നിങ്ങൾ ബൈ ചെയ്യുന്നത് ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഡീപ്പ് ഡിസ്കൗണ്ടിൽ എപ്പോഴും സെല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രീമിയം ഏരിയയിലും സെല്ലിങ് തന്നെയാണ്, പക്ഷെ ബൈയിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്താണ് അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? സെല്ലിങ് തന്നെയാണ്. ഇക്വിലിബ്രിയം ഏരിയയിൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഡീപ്പ് പ്രീമിയം അല്ല, ലോ പ്രീമിയം അല്ല. ഓക്കെ, അതുപോലെ ഡിസ്കൗണ്ട് ഏരിയയിൽ എന്താണ്? ഡിസ്കൗണ്ട് ഏരിയയിൽ പ്രൈസ് ചീപ്പായിരിക്കും, നമുക്ക് വാങ്ങാം. ഓക്കെ, വിൽക്കുന്നതും കുഴപ്പമില്ല, പക്ഷേ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ബൈയിങ് ആയിരിക്കും. അതുപോലെ എന്താണ്? ഡിസ്കൗണ്ട് ഏരിയയിൽ എന്താണ്? പ്രൈസ് വളരെയധികം ചീപ്പായിരിക്കും, ഓൺലി ഫോർ ബൈ. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നതാണ് ബയ്യേഴ്സ് ടെറിട്ടറി. ഡീപ്പ് പ്രീമിയം എന്ന് പറയുന്ന സെല്ലേഴ്സ് ടെറിട്ടറി. ഈ കാര്യം അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടിൻ്റെ കുറച്ച് അപ്ഗ്രേഡ് വേർഷനാണ് എന്ത്? DRT ലെവൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടും പഠിച്ചു, DRT ലെവൽസും പഠിച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിലായി പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഒന്നുമില്ല, പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടിൽ പ്രീമിയം ഡിസ്കൗണ്ട് ഇക്വിലിബ്രിയമാണ്. പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടിൽ DRT ലെവലിൽ എത്തുന്ന സമയത്ത് എന്താണ്? ആ പ്രീമിയത്തിനെ തന്നെ രണ്ടായി തിരിച്ചു. ഡീപ്പ് പ്രീമിയം, നോർമൽ പ്രീമിയം. ഡിസ്കൗണ്ടിനെ രണ്ടായി തിരിച്ചു, നോർമൽ ഡിസ്കൗണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട്. ഇക്വിലിബ്രിയം രണ്ടിലും സെയിം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പം ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് വെറുതെ തട്ടിവിട്ടിട്ട് കാര്യമില്ല, ഇത് ട്രേഡിങ്ങിൽ എങ്ങനെ ആപ്ലിക്കബിൾ ചെയ്യണം എന്നും കൂടി പറയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ. ഒരുപാട് നമ്മളുടെ വീഡിയോസിലൊക്കെ സ്വിങ് ഹൈയും സ്വിങ് ലോനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു സ്വിങ് ഹൈ അതുപോലെ ഒരു സ്വിങ് ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്?
ഹയർ ടൈം ഫ്രെയിമിൽ വേണം നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ് സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ. ഓക്കെ, വീക്ക്ലിയിലാവാം, ഡെയിലിയിലാവാം. ഇൻ കേസ് 4 അവറിലും 1 അവറിലും കൂടി നമുക്ക് എന്താണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, DRT ലെവലും പ്രീമിയം ബസ് ഡിസ്കൗണ്ടും ഉപയോഗിച്ചിട്ട്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ 15 മിനിറ്റ്, 30 മിനിറ്റ്, 5 മിനിറ്റിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ലോവർ ടൈം ഫ്രെയിംസ് ആണ്. ഈ ലോവർ ടൈം ഫ്രെയിംസിൽ കണ്ടുപിടിക്കുന്നവരുണ്ട്, അത് വിജയിക്കുന്നവരും ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹയർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റിൽ പ്രൈസ് എന്ത് കഥയാണ് പറയുന്നത് അതായിരിക്കും റിയൽ. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം മാത്രമേ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ തരൂ. 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് ഒക്കെ ഡയറക്ഷൻ പറഞ്ഞു തരും. പക്ഷെ എന്താണ് ആക്യുറസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആക്യുറസി കുറവായിരിക്കും. അതാണ് ഹയർ ടൈം ഫ്രെയിമിൽ വേണം അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡിംഗ്, നമ്മൾ സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ വീക്കിലി, ഡെയിലി അല്ലെങ്കിൽ 4 അവർ, 1 അവർ. ഓക്കെ, ഈ ടൈം ഫ്രെയിംസിൽ നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതുപോലെ ഒരു സ്വിങ് ലോ കിട്ടി. ഓക്കെ, സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? ഈ ഏരിയനെ നമ്മൾ എന്താണ് പറയുക? ഡീലിംഗ് റേഞ്ച് ലോ എന്നും ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡീലിംഗ് റേഞ്ച് ഹൈ എന്നും. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ഹൈയും ഡീലിംഗ് റേഞ്ച് ലോയും നമുക്ക് കിട്ടി. ഈ ഒരു ഏരിയ ഓക്കെ ഉണ്ടല്ലേ? ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയും? കറണ്ട് ഡീലിംഗ് റേഞ്ച്. കറണ്ട് ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഉള്ള ഏരിയ. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് എവിടെയാണ്? ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, പ്രൈസിന്റെ ഏരിയ ഏതാണ്? ഓക്കെ, ഡീലിംഗ് റേഞ്ച് എന്താണ്? പ്രൈസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്വിങ് ഹൈൻ്റെയും ഈ സ്വിങ് ലോൻ്റെയും ഇടയിലാണ് പ്രൈസ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഇത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ സ്വിങ് ലോയും സ്വിങ് ഹൈയും കണ്ടെത്തി, ഡീലിംഗ് റേഞ്ച് ഹൈയും ഡീലിംഗ് റേഞ്ച് ലോയും കിട്ടി. ആ ഡീലിംഗ് റേഞ്ച് ഹൈൻ്റെയും ഡീലിംഗ് റേഞ്ച് ലോയിൻ്റെയും ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ത് കറണ്ട് ഡീലിംഗ് റേഞ്ച് അല്ലെങ്കിൽ CDR എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഹയർ ടൈം ഫ്രെയിം വീക്ക്ലി, ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഹയർ ടൈം ഫ്രെയിംസ് ആയിട്ടുള്ള 1 അവർ, 4 അവർ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഹയർ ടൈം ഫ്രെയിമിലല്ലേ എന്ന്. ഇത് മാക്രോ ലെവലിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആണ്. നമ്മൾ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം നമുക്ക് 1 അവർ അതേപോലെ 4 അവറൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഹയർ ടൈം ഫ്രെയിംസ് ആയിട്ട്. ഇത് അതിനേക്കാൾ വലിയ മാക്രോ ലെവലിൽ നമ്മളുടെ ടൈം ഫ്രെയിംസ് ആണ്. ഓക്കെ, നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യില്ല. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നേരെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോഴെന്താണ്? നേരെ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ആണ് ആപ്ലിക്കബിൾ ചെയ്യുന്നത്. നമ്മളെന്താ പറയുക? നമ്മൾ നേരത്തെ ഇതിൽ കണ്ട ഈ ഒരു ഹയർ ടൈം ഫ്രെയിം തന്നെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ എങ്ങനെയായിരിക്കും? പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് അതിനുശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമുക്കൊരു സ്വിങ് ലോ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി, സ്ട്രക്ചർ ബ്രേക്ക് പോയി കഴിഞ്ഞ് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ നമുക്ക് സ്വിങ് ലോ ഫോമായി. ഇവിടെ മുകളിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? സ്വിങ് ലോ. മറ്റേത് നമ്മളുടെ വീക്ക്ലി, ഡെയിലിയിലാണെങ്കിൽ ഇത് ലോവർ ടൈം ഫ്രെയിംസ് ആയിട്ടുള്ള 30 മിനിറ്റ്സ്, 50 മിനിറ്റ്സിൻ്റെ മൈക്രോ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഓക്കെ, ഇപ്പം എന്ത് നമുക്ക് മനസ്സിലായി? സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ലോ കിട്ടി. ഓക്കെ, സ്വിങ് ഹൈ. ഓക്കെ, നമ്മൾ ഫിബിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് ഫിബ് വെച്ചു. ഫിബ് വെക്കുന്നതൊക്കെ നമ്മൾ ചാർട്ട് രീതിയിൽ പറഞ്ഞു തരും. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക. സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് കിട്ടി. ഇപ്പം നിങ്ങളുടെ ഇതെന്താണ്? ഡീലിംഗ് റേഞ്ച് ഹൈയും ഇതെന്താണ്? ഡീലിംഗ് റേഞ്ച് ലോയും. ഓക്കെ, ഇപ്പം കറണ്ട് ഡീലിംഗ് റേഞ്ച് എന്താണ്? ഡീലിംഗ് റേഞ്ച് ഹൈൻ്റെയും ഡീലിംഗ് റേഞ്ച് ലോൻ്റെയും അടുത്തുള്ള ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടിയത്? പ്രീമിയം ഏരിയ, അതുപോലെ ഡിസ്കൗണ്ട് ഏരിയ. നമുക്ക് ഇതുപോലെ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രൈസ്? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്?
ഇക്വിലിബ്രിയത്തിലാണ് പ്രൈസ് ഉള്ളത്. ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ പ്രൈസുമല്ല, ലോ പ്രൈസുമല്ല, സ്റ്റേബിൾ പ്രൈസാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് ചെയ്യലാണെങ്കിൽ ഞാൻ സെല്ലിങ് എൻട്രി കൂടുതൽ നോക്കേണ്ടത് ഏത് ഏരിയയിലാണ്? പ്രീമിയം ഏരിയയിലാണ്. പ്രീമിയം ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ലെവലാണ് എൻ്റെ പ്രീമിയം ഏരിയ. ഈ ഏരിയയിൽ നിന്ന് ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അത് സെല്ലേഴ്സിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഞാൻ ബയ്യിങ് നോക്കുകയാണെങ്കിൽ എന്താണ്? എനിക്ക് വിജയിക്കാൻ ചിലപ്പം കഴിയും. ഓക്കെ, പ്രോബബിലിറ്റി കുറവാണ്. കാരണം എന്താണ്? അത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെല്ലേഴ്സിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? പ്രീമിയം ഏരിയയിൽ എന്തെങ്കിലും ഒരു ഏരിയ കിട്ടിയാൽ അവിടെ നിന്ന് സെല്ല് ചെയ്യണം ഞാൻ. ഓക്കെ, പകരം ബയ്യിങ് പ്രിഫർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഡിസ്കൗണ്ട് ഏരിയയിലാണ്. ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം ഞാൻ ബയ്യിങ് പ്രിഫർ ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ബയ്യേഴ്സ് ടെറിറ്ററി ആണ്. പ്രീമിയം ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ടെറിറ്ററി ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ സംഭവിക്കാം? പ്രൈസ് ഒന്നെങ്കിൽ മുകളിലേക്ക് പോവാം, താഴേക്ക് പോവാം. താഴേക്ക് പോവുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? പ്രൈസ് ഡിസ്കൗണ്ട് ഏരിയയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രീസ് വേണം നോക്കാൻ. അതുപോലെ പ്രൈസ് റിവേഴ്സ് ആയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് പ്രീമിയം ഏരിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ഒരു ചാർട്ടിലാണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കഴിഞ്ഞ സമയത്ത് എന്താണ്? നമ്മളൊരു നമുക്കൊരു സ്വിങ് ലോയും സ്വിങ് ഹൈയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, സ്വിങ് ഹൈയും സ്വിങ് ലോയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് സ്വിങ് ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? പ്രൈസ് അറൗണ്ട് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമല്ലേ നമുക്ക് എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് തന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രൈസ് മുകളിലേക്ക് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് അറൗണ്ട് എന്താണ്? ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഓർഡർ എടുത്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് എന്താണ്? മുകളിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് വിടുക. ഇപ്പം നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് എന്താണ്? പ്രൈസ് വന്നു, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് മാർക്കറ്റ് തന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ? ഇത് ഹയർ ടൈം ഫ്രെയിംസിലാണ് നമ്മൾ ആപ്ലിക്കബിൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് എന്താണ്? നമുക്ക് സ്വിങ് ലോ നമുക്ക് കൺഫേം ആയി. ഓക്കെ, സ്വിങ് ലോ നമുക്ക് കൺഫേം ആയി. ഇനി എന്താണ്? സ്വിങ് ഹൈ വേണം. ഏതായിരിക്കും നമ്മളുടെ സ്വിങ് ഹൈ? സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും. എന്ത്? സ്വിങ് ഹൈ. ഇപ്പോൾ പലരും വിചാരിക്കും സ്വിങ് ഹൈ ഇത് സ്വിങ് ലോ ആയത്. ഓക്കെ, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ സ്വിങ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ എന്താ? ഇപ്പം നമ്മൾ നിൽക്കുന്ന എന്താണ്? നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, സ്വിങ് ലോ കിട്ടി. ഇതെങ്ങനെയാണ് നിങ്ങൾ ഒരു കൺഫർമേഷൻ ഇല്ലാതെ സ്വിങ് ഹൈ ആക്കുക എന്ന് ചോദിച്ചാൽ നല്ല ചോദ്യമാണ്. അതിനെന്താണ് ആൻസർ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1 hourലാണ്. നമ്മൾ നേരെ 5 minute ചാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? നിങ്ങൾ നോക്കൂ, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഇവിടെ സ്വിങ് ഹൈ ഇത് കൺഫേം ആക്കിയതിൻ്റെ കാരണം എന്താണ്? നമുക്ക് വീണ്ടും ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സ്വിങ് ഹൈ ആയിട്ട് കൺഫേം ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സ്വിങ് ലോയും കിട്ടി, സ്വിങ് ഹൈയും കിട്ടി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്വിങ് ഹൈ എന്ന്. നമുക്ക് വീണ്ടും 1 hourലേക്ക്, നമ്മളുടെ നോർമൽ 1 hourലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ ഞാൻ ഈ സ്വിങ് ഹൈ എന്തിനാണ് ഇട്ടത്? നമുക്ക് ജസ്റ്റ് ഇത് ഒഴിവാക്കാം. ഓക്കെ,
ഇനി എന്താണ് നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനെന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഫിബോനാച്ചി റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുന്നു, സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് വരയ്ക്കുന്നു. ഇപ്പം വന്നത് എന്താണ്, ഇപ്പം വന്നത് ഡി ആർ ടി ലെവലാണ്. ഓക്കെ, ഡി ആർ ടി ലെവലാണ് വന്നിട്ടത്. ഓക്കെ, 0, 0.25, 0.5, 0.75 ആൻഡ് 1. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് സെറ്റിങ്സ് പോയാൽ നമുക്ക് എന്താണ്, ഈ 0.25ഉം 0.72ഉം ഓഫ് ആക്കിയാൽ മതി. ഓക്കെ, ഇത് ഞാൻ ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ചാർട്ടിലാണ് ചെയ്യുന്നത്. ട്രേഡിംഗ് വ്യൂവിലും എല്ലാത്തിലും ഫിബൊനാച്ചി സെയിം സെറ്റിങ്സ് തന്നെയാണ്. ഓക്കെ, ഫോണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് ആ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഏത് ഏരിയയിലാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത് നോക്കൂ. സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമ്മൾ എന്തായിരുന്നു, പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് പഠിച്ചു. ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പ്രീമിയം ഏരിയ ആണ്. പ്രീമിയം ഏരിയ ആണ്. എന്താണ്, സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ഹൈ ടു സ്വിങ് ലോ ഏരിയനെ നമ്മൾ എന്താണ്, കറന്റ് ഡീലിംഗ് റേഞ്ച് എന്ന് നമ്മൾ പഠിച്ചു. ഇതെന്താണ്, ഡീലിംഗ് റേഞ്ച് ഹൈ എന്നും ഡീലിംഗ് റേഞ്ച് ഹൈ എന്നും ഇതിനെ നമ്മൾ എന്താണ്, ഡീലിംഗ് റേഞ്ച് ലോ എന്നും പഠിച്ചു. ഈ ഏരിയനെ കറന്റ് ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയത്തിൻ്റെയും പ്രീമിയത്തിൻ്റെയും ഇടയിലുള്ള ഏരിയനെ പ്രീമിയം എന്നും ഈ ഏരിയനെ നമ്മൾ എന്താണ് പറയുന്നത്, ഡിസ്കൗണ്ട് എന്നും പറയും. ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എന്താണ്, ഇക്വിലിബ്രിയം ഏരിയ, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ഏരിയ എന്നൊക്കെ പറയും. ഓക്കെ, പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ടേം ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൈസ് മുകളിലേക്കാണ്. പ്രൈസിൻ്റെ ആക്ച്വൽ ട്രെൻഡ് എന്താണ് നോക്കൂ നിങ്ങൾ. പ്രൈസിൻ്റെ ആക്ച്വൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക്, ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് മുകളിലേക്ക് വന്നു, ഇവിടെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്നു. ഇവിടെ നിന്ന് എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. അപ്പോൾ എന്താണ്, ബൈയിങ് ആണ് നമുക്ക് നോക്കുന്നതിന് ഉചിതം. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഓക്കെ, അപ്പം നമ്മളെന്താണ്, ബൈയിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സെല്ലിങ് ചെയ്യാം. ഓക്കെ, സെല്ലിങ് സ്കാൽപ്പ് പോലെ കുറച്ച് നേരത്തേക്ക് മാത്രം ചെയ്യുക. പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് എന്താണ്, ഒരു ബുള്ളിഷ് മോഡല് ബൈ എൻട്രീസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് മനസ്സിലാക്കുന്നു, ഐ എം എ സേഫ് ട്രേഡർ. ഓക്കെ, കുറച്ചുകൂടി സേഫ് ആയിട്ട് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം പ്രൈസ് നിൽക്കുന്നത് പ്രീമിയം ഏരിയയിലാണ്. ഇവിടെ വെച്ചിട്ട് എനിക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്തിട്ട് ടാർഗറ്റ് പ്രീമിയം ഏരിയയിൽ എവിടെയെങ്കിലും കൊടുക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും എനിക്ക് ഉചിതം. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ ഇതുപോലെ നമുക്ക് പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് ഏരിയയിൽ നമ്മൾ പഠിച്ച പോലെ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇപ്പം എന്താണ്, എനിക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുക്കാൻ ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലേ. ഇത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കുന്നു. എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ബൈയിങ്. ഓക്കെ, ഞാനിപ്പം ഡിസ്കൗണ്ട് ഏരിയയിലാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ എൻട്രി ക്രൈറ്റീരിയ സൂപ്പർ. ഓക്കെ, ഞാൻ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് എൻട്രി എടുക്കുന്നു. എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഈ ഏരിയ ഇപ്പം എന്താണ്, ഡിസ്കൗണ്ടിലാണ് എൻ്റെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉള്ളത് എവിടെയാണ്, ഡിസ്കൗണ്ടിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. പക്ഷേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണുള്ളത്, ഇത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. പക്ഷേ ഈ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം പ്രീമിയത്തിലാണുള്ളത്. ഓക്കെ, അത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളെന്താണ്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് ഡിമാൻഡ് സോണിലേക്ക് വന്ന് ഇവിടെ നിന്ന് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് എന്താണ്, മുകളിലേക്ക് എടുക്കും. എസ് എൽ എവിടെയായിരിക്കും, ഈ ഒരു സോണിൻ്റെ താഴെ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഒരു എൻട്രി അങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോവർ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കൂ, പ്രൈസ് നോക്കിയോ, ഞാൻ റീപ്ലൈ ചെയ്യുകയാണ്. പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, ഇപ്പോൾ പ്രൈസ് ഉള്ളത് ഓക്കെ നോക്കുക, എന്താണ്, പ്രൈസ് ഡിമാൻഡ് ഏരിയയിലെ
ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടി. ഓക്കെ, ടാപ്പ് കിട്ടി. ഇപ്പം നോക്കൂ, കറക്റ്റ് ടാപ്പ് കിട്ടി. ഓക്കെ, എന്താണ് നമ്മൾ 5 മിനിറ്റിലേക്ക് ഒന്ന് പോകുന്നു. 5 മിനിറ്റിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിംസിൽ നോക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ നോക്കൂ, നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. സ്ട്രക്ചർ ബ്രേക്ക്, സ്വിങ് ലോ, സ്വിങ് ഹൈ. നമ്മൾ സ്വിങ് ലോ എന്ന് സ്വിങ് ഹൈയിലേക്ക് എന്ത് കൊടുത്തു, ഒരു പ്രീമിയം ബസ് ഡിസ്കൗണ്ട് അടിച്ചു, വരച്ചു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തി. ഡിമാൻഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഏരിയയിലെത്തി. ഡിസ്കൗണ്ട് ഏരിയയിൽ എന്തായിരിക്കും, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ബുള്ളിഷ് ആണ്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ കിട്ടി. അതിനുശേഷം എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലോങ് പൊസിഷൻ ഇവിടെ ഇടാം, താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, ഇവിടെ വേണം നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ടാർഗറ്റ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ടാർഗറ്റ് 1:2, 1:3 അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മുടെ ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എവിടെയാണ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. ഓക്കെ, എവിടെയാണ് ലിക്വിഡിറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വെച്ചാൽ നമുക്ക് എന്താണ്, ഇന്റേണൽ ലിക്വിഡിറ്റി. ഇതൊക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേ ലിസ്റ്റിൽ നമ്മൾ ലിക്വിഡിറ്റിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, റിലേറ്റീവ് ഈക്വൽ ഹൈ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ അവിടെ റിലേറ്റീവ് ഈക്വൽ ഹൈ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1:2 എന്ന രീതിയിൽ ഈ ഒരു ഏരിയയിൽ എൻട്രി കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും നമ്മൾ പ്രൈസ് ഓൾറെഡി നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഒരു എൻട്രി എടുത്തു, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഞാൻ എന്ത് ചെയ്തു, ഈ ഹൈ തന്നെ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് 1 അവറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, 1 അവറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, 1 അവറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, 1 അവറിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ്, പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് തന്നു, നമ്മളുടെ ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. നമ്മളെന്താണ്, അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. എന്താണ്, നമ്മളുടെ ഈ 2 ഏരിയ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ്. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ പ്രൈസ് വന്നത് എന്താണ്, ഇന്റേണൽ ലിക്വിഡിറ്റി. ഇതെന്താണ്, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഇത് ഇന്റേണൽ ലിക്വിഡിറ്റി. നിങ്ങൾക്ക് ഇതൊന്നും, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം എന്താ ചെയ്യുക, ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മളുടെ അഡ്വാൻസ്ഡ് ICT മലയാളം സീരീസ് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാൻ വേണ്ടി പറ്റൂ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിൽ നിന്ന് ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നു. നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, നമ്മളുടെ ഡീലിംഗ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതിനുശേഷം പ്രൈസ് എവിടേക്ക് പോകും, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, കണ്ടില്ലേ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോനെ സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് തന്നു, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആയിരിക്കും വാലിഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി, നമ്മൾ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് വരച്ചു. നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബൈ ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് പ്രൈസ് തിരിച്ച് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കാര്യം. കണ്ടില്ലേ, മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പോൾ എന്താണ്, ബൈയിങ് ചെയ്യേണ്ടത് എവിടെ നിന്നായിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ്സ്, ബൈയിങ്ങിനുള്ള ഡിമാൻഡ് എപ്പോഴും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ട് ആയിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ബൈ എടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, ഒബ്വിയസ്ലി കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ സെല്ലിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പ്രൈസ് തിരിച്ച് ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നമ്മൾ 5 മിനിറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, നമുക്ക് നമ്മളിപ്പം പഠിച്ച മാക്രോ സ്ട്രക്ചറാണ്. മൈക്രോ സ്ട്രക്ചറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് സ്വിങ് ലോ ടു സ്വിങ് ഹൈ, നമുക്ക് ഇവിടെയാണ് സ്ട്രക്ചർ തന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് തന്നു. ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ,
മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. അതിനുശേഷം എന്താണ് പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ഷിഫ്റ്റ് തന്നു. അതിനുശേഷം എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് തന്നു. അതിനുശേഷം എന്താണ് ഇവിടെയും സ്ട്രക്ചർ ബ്രേക്ക് തന്നു, സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ആക്ച്വലി സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്ന എവിടെയാണ്? ഈ ഒരു ഏരിയയിലാണ് പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്രൈസ് താഴേക്ക് വരുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മളുടെ ഡിസ്കൗണ്ടിൽ എത്തിയല്ലോ പ്രൈസ്, നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ എത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ലേ, നമുക്ക് ഇവിടെ വീണ്ടും ഒരു പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ഫോം ചെയ്തേ കണ്ടോ നിങ്ങൾ? കണ്ടില്ലേ പ്രൈസ് വീണ്ടും എവിടെയാണ് ടാപ്പ് ചെയ്തത്? ഇക്വിലിബ്രിയത്തിൽ നിന്ന് പ്രൈസ് ഡിസ്കൗണ്ടിലേക്ക് വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഹയർ ടൈം ഫ്രെയിമിലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തി ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി ക്രൈറ്റീരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ പ്രൊബബിലിറ്റി നമ്മൾ കൂട്ടണം. ഓക്കെ, നമ്മൾ റീറ്റെയിലർ ആണ്. ഓക്കെ, നമ്മൾ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെയധികം പാടാണ്. അപ്പം നമ്മൾ ബൈയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ബൈയിങ് ആയിട്ടില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ബൈ ചെയ്യുമ്പോൾ എവിടെയായിരിക്കണം? ഒരുപാട് ആളുകൾ ബൈ ചെയ്യാനുള്ള ഏരിയ ആവണം നമ്മളെ ബൈ. അല്ലാതെ നമ്മൾ ആക്ച്വലി റീറ്റെയിലേഴ്സ് നമ്മളെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഒരു സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ എൻട്രി, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക്. നിങ്ങൾ എപ്പോൾ മനസ്സിലായിട്ടുണ്ട്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബൈ എടുക്കണം. റെസിസ്റ്റൻസ് ഉള്ളത് ഡിസ്കൗണ്ട് ഏരിയയിലാണോ? എപ്പോഴും എന്താണ് റെസിസ്റ്റൻസ് എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? പ്രീമിയം ഏരിയയിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റും നമ്മളുടെ ആക്ഷനും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നതുകൊണ്ടാണ് പല ബ്രേക്ക്ഔട്ട്സും ഫെയിലായി പോകുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ പ്രീമിയം ബസ് ഡിസ്കൗണ്ടിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് പോയിട്ട് കാണുക. ഓക്കെ, ഇനി നമ്മൾ DRT ലെവലിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ DRT ലെവൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, തിയററ്റിക്കലായിട്ടും നമ്മൾ പറഞ്ഞു, പ്രാക്ടിക്കലി നമ്മൾ ചാർട്ടിൽ പോയി അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് DRT ലെവൽ എന്ന് പറഞ്ഞാൽ ഡീലിംഗ് റേഞ്ച് തിയറി ലെവൽസ്, അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം തിയറി പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വിങ് ലോ നമ്മൾ കണ്ടെത്തി, സ്വിങ് ഹൈ കണ്ടെത്തി. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് വന്ന സമയത്ത് നമ്മൾക്കൊരു സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ മൈക്രോ ലെവലിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ സ്വിങ് ഹൈയും കിട്ടി. നമ്മുടെ സെയിം ഫിബോനാച്ചി ടൂൾ വെച്ച് തന്നെ നമ്മൾ വരച്ചു. ഓക്കെ, നമുക്ക് 5 കോമ്പോണൻസ് കിട്ടി. ഓക്കെ, ഇത് ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണ്? 1 hourൽ നോക്കാം, 4 hourൽ നോക്കാം, 1 ഡേയിൽ നോക്കാം, 1 വീക്കിൽ നോക്കാം, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പക്ഷെ എന്താണ്, ലോവർ ടൈം ഫ്രെയിമിലേക്ക് ദയവ് ചെയ്ത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവരുത്. ഓക്കെ, ഫോർ എ ലോങ് റൺ. ഓക്കെ, അപ്പോൾ എന്താണ്, ഒന്നുകൂടി നമ്മൾ മായിച്ചിട്ട് ഒന്നുകൂടി വരാം. സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമ്മൾ ഫിബ് ഇവിടെ നിന്ന് സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് ഫിബ് വെച്ചു. ഫിബിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 1, 0.75, 0.5, 0.25, 0. ഇതാണ് DRT ലെവൽസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇക്വിലിബ്രിയം. അത് പ്രീമിയം ബസ് ഡിസ്കൗണ്ടിനും DRT ലെവലിലും 0.5 പറയുന്നത് ഇക്വിലിബ്രിയം ലെവലിലാണ്. ഓക്കെ, ഈ പ്രീമിയത്തിനെ തന്നെ DRT ലെവലിൽ ഡീപ്പ് പ്രീമിയം, ഇതെന്താണ്? ഇത് എന്ന് പറയുന്നത് ഡീപ്പ് പ്രീമിയമാണ്. ഡീപ്പ് പ്രീമിയത്തിൽ എന്താണ്? ഓൺലി സെൽ. ഓക്കെ, ഓൺലി സെൽ. കാരണം എന്താണ്? അവിടെ ഹൈ പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഹൈ പ്രൈസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ 30,000 രൂപ വിലയുള്ള, അല്ലെങ്കിൽ ഒരു 20,000 രൂപ എടുത്തോ നിങ്ങൾ, 20,000 രൂപ വിലയുള്ളൊരു ഫോൺ, അത് 25,000 രൂപയ്ക്ക് ഞാൻ ചിലപ്പം വാങ്ങിയേക്കാം. എൻ്റെ അർജൻസി പ്രകാരം എനിക്ക് പെട്ടെന്ന് ഫോൺ വേണമെങ്കിൽ ഒരു 5,000 രൂപ കൂടുതലാണ്. അതെന്താണ്? പ്രീമിയം പ്രൈസ് തന്നെയാണ്. പക്ഷെ 5,000 രൂപയ്ക്ക് ചിലപ്പോൾ ഞാൻ വാങ്ങും.
എൻ്റെ അപ്പോഴത്തെ അർജൻസി അനുസരിച്ചിട്ട്. പക്ഷെ ആ 20,000 രൂപക്കിൻ്റെ ഫോൺ 60,000 രൂപ ആയിരിക്കും ഇവിടെ ഡീപ്പ് പ്രീമിയത്തിൽ. എനിക്ക് അർജൻസി ഉണ്ടെങ്കിൽ എന്താണ്, ഞാൻ വാങ്ങില്ല. വാങ്ങുന്നവരുണ്ടാവാം, ഞാൻ വാങ്ങില്ല. ഓക്കെ, കൂടുതൽ ആളുകളും വാങ്ങില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡീപ്പ് പ്രീമിയം. ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നോർമൽ പ്രീമിയം ഏരിയ ആണ്. അവിടെ എന്താണ്, സെല്ലിങ്ങും നടക്കും ബയ്യിങ്ങും നടക്കും. പക്ഷെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ടെറിട്ടറി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ടു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. അവിടെ ബയ്യിങ്ങും നടക്കും സെല്ലിങ്ങും നടക്കും. ഓക്കെ, മോർ ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും, ബയ്യിങ്ങിനായിരിക്കും. കാരണം എന്താണ്, ഇവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബയ്യിങ് ആണ്. അതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അത് ഡീപ്പ് ഡിസ്കൗണ്ട് ആണ്. അവിടെ എന്താണ്, അവിടെ ഓൺലി സെല്ലിങ്, സോറി ഓൺലി ബയ്യിങ്, സെല്ലിങ് നടക്കുകയില്ല അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സ്വിങ് ലോ സ്വിങ് ഹൈ കിട്ടിയാൽ സ്വിങ് ലോ ടു സ്വിങ് ഹൈ നമ്മളൊരു ഫിബ് വരയ്ക്കും. ഫിബിൻ്റെ സെറ്റിങ്സ് എന്താണ്, 0, 0.25, 0.5, 0.75 ആൻഡ് 1. ഇതാണ് ലെവൽസ്. ഡി പ്രീമിയം കിട്ടും, നോർമൽ പ്രീമിയം കിട്ടും, നോർമൽ ഡിസ്കൗണ്ട് കിട്ടും, ഡീപ്പ് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പ്രീമിയം വാസ് ഡിസ്കൗണ്ടിൽ പറഞ്ഞ പോലെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വിങ് ലോ കിട്ടി. ഓക്കെ, പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് ഒരു സ്വിങ് ലോ കിട്ടി. ഇനി സ്വിങ് ഹൈ എങ്ങനെയാണ് കിട്ടേണ്ടത്, പ്രൈസിന് വീണ്ടും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നത് ഇവിടെയാണ്. നമ്മൾ സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തു, ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നപ്പോൾ സ്വിങ് ഹൈയും ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ എന്താണ്, ഡീലിംഗ് റേഞ്ച് ലോയും കിട്ടി, ഡീലിംഗ് റേഞ്ച് ഹൈയും കിട്ടി. നമ്മൾ സ്വിങ് ലോ എന്ന് സ്വിങ് ഹൈയിലേക്ക് വരച്ചു കഴിഞ്ഞു. ഈ ഏരിയ ആണ് നമ്മളുടെ ഡീലിംഗ് റേഞ്ച് തിയറിയിലെ ഡീലിംഗ് റേഞ്ച് ഏരിയ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ കറണ്ട് ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞ ഈ ഏരിയ. ഈ ഏരിയനെ തന്നെ 4ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഡീപ്പ് പ്രീമിയം, പ്രീമിയം, അതുപോലെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയവും, അതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പ്രൈസ് ഉള്ളത് എവിടെയാണ്, ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ് പ്രൈസ് ഉള്ളത്. ഞാൻ ബയ്യിങ് ആണ് ചെയ്യുക, എൻ്റെ ഇൻറ്റൻറ്റ് ബയ്യിങ് ആണെങ്കിൽ എന്താണ് ഞാൻ കാത്തിരിക്കേണ്ടത്, ഞാൻ കാത്തിരിക്കണം പ്രൈസ് ഒന്നെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലേക്കോ ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയയിലേക്കോ വരണം. ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, എനിക്ക് ബയ്യിങ് എടുക്കാം. പക്ഷെ എന്താണ്, അവിടെ സെല്ലിങ്ങും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഡീപ്പ് ഡിസ്കൗണ്ടിൽ എന്താണ്, അവിടെ ബയ്യിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ഡീപ്പ് വളരെയധികം ചീപ്പ് പ്രൈസാണ്. ചീപ്പ് പ്രൈസിൽ സെല്ല് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചീപ്പ് പ്രൈസിൽ സെല്ല് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവന് തീരെ ലോജിക്കില്ല, അവന് കാര്യം അറിയില്ല. അതുപോലെ ഹൈ പ്രൈസിൽ ബൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡീപ്പ് പ്രീമിയത്തിൽ ബൈ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ, അവന് കാര്യമായിട്ടൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ലോജിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രൈസ് ഉള്ളത് എവിടെയാണ്, ഇക്വിലിബ്രിയ പ്രൈസിലാണ്. നിങ്ങൾ ബയ്യിങ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രൈസ് താഴേക്ക് വരാൻ നോക്കുക. ഓക്കെ, ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിലേക്കോ ഡീപ്പ് ഡിസ്കൗണ്ട് ആണ് ബെറ്റർ. ഓക്കെ, ഡീപ്പ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ അവിടെ ഓൺലി ഫോർ ബയ്യിങ് ആണ്. നമ്മുടെ DRT റൂൾ പ്രകാരം ഓൺലി ഫോർ ബയ്യിങ് ആണ്. അവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തറോ ആയിട്ട് ബയ്യിങ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ സെല്ലിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡീപ്പ് പ്രീമിയത്തിലോ വന്ന് ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ഒരു IDX വന്ന് പ്രൈസ് താഴേക്ക്, ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ DRT ലെവൽസ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലും ലോവർ ടൈം ഫ്രെയിമിലും ഉള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പ്രീമിയം വാസ് ഡിസ്കൗണ്ട് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചാർട്ടിൽ പ്രാക്ടിക്കലി നമ്മൾ ആപ്ലിക്കബിൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അപ്പം നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ പ്രീമിയം വാസ് ഡിസ്കൗണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ DRT ലെവലിൽ നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ചാർട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ഒക്കെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ, ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ്. അവിടെ സ്ഥലത്ത് എന്താണ്, മാർക്കറ്റ് കംപ്ലീറ്റ്ലി എന്താണ്, വോയിഡ് ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ്, അതുപോലെ തന്നെ വേറെ എവിടെയാണ് ഗ്യാപ്പ്,
ദാ ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പ് വളരെ പ്രശ്നമാണ്. നമ്മൾ നോ ഗ്യാപ്പ് ക്യാൻഡിൽസിന്റെ ഇൻഡിക്കേറ്റർ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കാൻ പാട്. പക്ഷെ കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് അത്യാവശ്യം ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പ് നമ്മുടെ കണ്ണിൽ ഗ്യാപ്പാണ് കാണുന്നതെങ്കിലും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും കാണുക. ഓക്കെ, അതൊരു പ്രൊഫഷണൽ ടച്ചിൻ്റെ ഒരു സിമ്പലാണത്. ഓക്കെ, ഇപ്പം നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഗ്യാപ്പ് കാണില്ല. പക്ഷെ അതിപ്പം എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അത് ഗ്യാപ്പ് ഉള്ളതുപോലെ ആയിരിക്കും, ഗ്യാപ്പ് ഇല്ലാത്തതുപോലെ എന്താണ് ഇവിടെ ക്യാൻഡിൽ ഉള്ളത് പോലെ ആയിരിക്കും നമ്മൾ ഭാവന ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ ഇതിലേക്ക് വരികയാണെങ്കിൽ എന്താണ് പ്രൈസ് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഒരു ബൈ സ്റ്റോപ്പ് ഏരിയനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തും കൊണ്ട് പ്രൈസ് താഴേക്ക് റിജക്റ്റ് ചെയ്തതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസ് താഴ്ന്ന് വന്ന് ആ ഒരു ഏരിയൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് സഡൻ ആയിട്ട് പ്രൈസ് താഴേക്ക് പോയിട്ട് തിരിച്ച് മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം എന്താണ് എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. കാരണം എന്താണ് മാർക്കറ്റ് ബൈ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് ബൈ സ്റ്റോപ്പ് ലിമിറ്റ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, BSL എന്നൊക്കെ നമ്മൾ പറയും. ഇത് അറിയാത്ത ആളുകൾ നമ്മളുടെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടൺ എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റീനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പോയിട്ട് കാണുക. ഓക്കെ, 1 ഹവറിൻ്റെ അടുത്തുണ്ട്. കുറച്ച് ക്ഷമ ഉള്ളവർക്ക് മാത്രം പറ്റിയ പരിപാടിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് പ്രൈസ് റീട്രേസ്മെൻറ്റ് താഴേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു സ്വിങ് ഹൈ ഐഡൻറ്റിഫൈ ചെയ്തു. സ്വിങ് ഹൈ എന്തുകൊണ്ടാണ് ഈ സ്വിങ് ഹൈ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് തിരിച്ചു വന്ന് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് സ്വിങ് ഹൈ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിനെ ഞാനൊരു സ്വിങ് ലോ, അതിന് ശേഷം എന്താണ് ഒരു സ്വിങ് ലോ എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ സ്വിങ് ലോ. ഓക്കെ, അപ്പോൾ പലരും എനിക്ക് സ്വിങ് ഹൈ കിട്ടിയത് ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ട് സ്വിങ് ലോ കിട്ടിയത് എന്താണ് നോക്കാം. 5 മിനിറ്റിലേക്ക് പ്രൈസിനെ ഷിഫ്റ്റ് ചെയ്താൽ നമ്മൾ മൈക്രോ ലെവലിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ, ഓക്കെ, സ്വിങ് ലോ കിട്ടുന്നതിൻ്റെ കാര്യം എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നപ്പോഴാണ് നമ്മൾ സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ പലർക്കും വരുന്ന ഡൗട്ട് എന്താണ്, പ്രൈസ് ഇവിടെ വെച്ചൊരു സ്വിങ് ലോ വന്നു കഴിഞ്ഞാൽ ഇത് സ്വിങ് ലോയല്ലേ ആവുക? സ്വിങ് ലോ സ്വിങ് ലോയാണിത്. പക്ഷെ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറുന്നില്ല. പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നു. അതിനുശേഷം എന്താണ്, ഇതിനെ നമ്മളൊരു സ്വിങ് ലോ ആക്കി നമ്മളെടുത്തു. ഇപ്പം നമ്മളുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. ഇനി പ്രൈസ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ സ്വിങ് ലോ ഇതായിട്ട് മാറും, സ്വിങ് ഹൈ ഇതായിട്ട് മാറും. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതാണ്. തിരിച്ച് 1 ഹവറിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഈ മൈക്രോ ലെവലിലേക്ക് ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, എങ്ങനെയാണ് സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ എന്താണ്, സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ലോ കിട്ടി. ഇനി എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഫിബോനാച്ചി വെച്ചിട്ട് നമ്മൾ DRT ലെവൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, സ്വിങ് ഹൈയിൽ നിന്ന് ഇതിൻ്റെ സെറ്റിങ്സിലെന്ത്, ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് നമ്മൾ വരച്ചു. ഇപ്പം ഇതെന്താണ്, പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ സെറ്റിങ്സിൽ പോയാൽ 0.25ഉം 0.75 നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം എന്താണ്, നമുക്കൊരു സ്വിങ് ഹൈയും കിട്ടി, ഒരു സ്വിങ് ലോയും കിട്ടി. നമ്മൾ
ഇവിടെ നിന്ന് സ്വിങ് ഹൈ നിന്ന് സ്വിങ് ലോയിലേക്ക് നമ്മളൊരു DRT ലെവൽ പ്ലോട്ട് ചെയ്തു. ഓക്കെ, പ്ലോട്ട് ചെയ്തു. ഇന്ന് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് പ്രീമിയം ആണ്. ഡീപ്പ് പ്രീമിയം ആണ്. DP അല്ല DP. ഡീപ്പ് പ്രീമിയം ആണ്. ഡീപ്പ് പ്രീമിയത്തിൽ എന്താ നോക്കുക, നിങ്ങൾ നോക്കുക, അത്രയ്ക്കും ഫോഴ്സിൽ സെല്ലിങ് വന്നിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതും പ്രീമിയം ഏരിയ ആണ്. പ്രീമിയം ഏരിയയാണ്. ഓക്കെ, മുകളിലുള്ളത് ഡീപ്പ് പ്രീമിയം ഏരിയയും താഴെയുള്ളത് നോർമൽ പ്രീമിയം ഏരിയയും ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഇക്വിലിബ്രിയം ഏരിയ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഹൈ പ്രൈസും അല്ല ലോ പ്രൈസും അല്ല. ഓക്കെ, അതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇത് നോർമൽ ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. എന്താണ്? ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. നോർമൽ ഡിസ്കൗണ്ട് ഏരിയ ആണിത്. ഇതെന്താണ്? ഇത് ഡീപ്പ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഡീപ്പ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ അനാലിസിസ് പ്രകാരം എന്താണ്, നിങ്ങൾ നോക്കുക, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് ആണ്. ഓക്കെ, സെല്ലിംഗ് ആണെങ്കിൽ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാവണം? ഒന്നെങ്കിൽ പ്രീമിയത്തിലാവണം, അല്ലെങ്കിൽ ഡീപ്പ് പ്രീമിയത്തിലാവണം. കാരണം എന്താണ്? അവിടെയാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് മുകളിലേക്ക് വരണം. ഓക്കെ, വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. കുറച്ച് പേഷ്യൻസി എനിക്ക് വേണം. പേഷ്യൻസ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഈ ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ വരുമ്പോൾ അവിടെ എൻട്രി എടുക്കും. ഓക്കെ, അവരൊക്കെ ലിക്വിഡിറ്റി ആവാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. നമ്മളത് ബോർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരണം. ഓക്കെ, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് വരണം. ഓക്കെ, നമുക്ക് നോക്കാം. തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരണം. അപ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പ്രീമിയം വാസ് ഡിസ്കൗണ്ടിൽ പഠിച്ചതുപോലെ ഡിസ്കൗണ്ടിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയ പോലെ നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷെ എന്താണ്? വലിയൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഓക്കെ, മെയിൻലി എന്താണ്? നമുക്ക് ഈ ഒരു ഏരിയ ഡീപ്പ് പ്രീമിയത്തിലേക്ക് പ്രൈസ് വന്ന് അവിടെ നിന്നൊരു റിഫ്ലക്ഷൻ താഴേക്ക് വരുന്ന സമയത്ത് എൻട്രി എടുക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് നോക്കാം. പ്രൈസ് നിങ്ങൾ നേരെ ചാർട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രൈസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? നോർമൽ ഡിസ്കൗണ്ട് ഏരിയയിലാണ്. പ്രൈസ് നോർമൽ ഡിസ്കൗണ്ട് ഏരിയയിലാണ്. നമ്മുടെ ഇക്വിലിബ്രിയം ടാപ്പ് ചെയ്തു, റിജക്ഷൻ കിട്ടി. ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് പ്രൈസ് ഉള്ളത്. ഇപ്പം എന്താണ്? എവിടെയാണ് പ്രൈസ് ഉള്ളത്? ഇപ്പോൾ പ്രൈസ് ഉള്ളത് ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് ഉള്ളത്. ഡീപ്പ് പ്രീമിയത്തിൽ നിന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് തിരിച്ച് താഴേക്ക് പോയി. ഓക്കെ, നമുക്ക് എന്താണ്? ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റിലേക്ക് പോവാം. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമല്ലോ. എന്താണ് മനസ്സിലാക്കുക? നിങ്ങൾ നോക്കുക, പ്രൈസ് ഇതല്ല നമ്മളുടെ ഏരിയ. ഓക്കെ, സ്വിങ് ഹൈ ടു സ്വിങ് ലോ എന്ന് പ്രൈസ് മൈനർ സ്ട്രക്ചർ ബ്രേക്സ് സംഭവിച്ചിട്ട് എവിടെ എത്തി? പ്രൈസ് ഡീപ്പ് പ്രീമിയത്തിലാണ് എത്തിയത്. ഡീപ്പ് പ്രീമിയത്തിൽ എത്തിയതും എന്താ സംഭവിക്കുന്നത്? നോക്കൂ നിങ്ങൾ, പ്രൈസ് ഫോൾ ആവുന്നു അല്ലേ? പ്രൈസിന് എന്ത്? ഇവിടെ നിന്ന് ഫോൾ ആയിക്കൂടെ? എന്തുകൊണ്ടാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഫോളോ ആവുന്നതിൻ്റെ കാരണം എന്താണ്? ആക്ച്വൽ സെല്ലിങ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് പ്രീമിയം. ഈ ഒരു ഏരിയയിലാണ് ആക്ച്വൽ പ്രീമിയം വന്നത്, സെല്ലിങ് തുടങ്ങിയത്. ഓക്കെ, സെല്ലിങ് ആക്ച്വലി ഈ ഒരു ലെവലിലാണ് ഹ്യൂജ് സെല്ലിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെല്ലേഴ്സ് ടെറിട്ടറി ആണ്. ഓക്കെ, കറക്റ്റ് പ്രൈസ് ഈ ഒരു ഏരിയ ആണ് റിവേഴ്സ് ചെയ്തത്. അതാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ഇപ്പം നേരെ നമ്മൾ 1 അവറിലേക്ക് തന്നെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് കാര്യമായിട്ട് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, കണ്ടില്ലേ? പ്രൈസ് മുകളിൽ പോയി തിരിച്ച് താഴേക്ക് വന്നു. നോക്കൂ നിങ്ങൾ, സ്വിങ് ഹൈ ടു സ്വിങ് ലോ
പ്രൈസ് പോയി, ഡി പ്രീമിയത്തിൽ നിന്ന് പ്രൈസ് താഴേക്ക് പോയി. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം പ്രൈസ് ഇനി എത്ര താഴുമെന്ന്. കണ്ടില്ലേ, പ്രൈസ് മുകളിലേക്ക് പോയി. പ്രൈസ് ഡി പ്രീമിയത്തിൽ നിന്ന് താഴേക്ക് വന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? പ്രൈസ് പ്രീമിയത്തിലാണ്. അവിടുന്ന് തിരിച്ച് എന്ത് ചെയ്തു? നേരെ ഡിസ്കൗണ്ടിൽ വന്നു. അവിടുന്ന് തിരിച്ച് പ്രീമിയത്തിലേക്ക് കയറി. അവിടുന്ന് ഡ്രോപ്പ്, താഴേക്ക് പ്രൈസ് ഡ്രോപ്പായി. ഓക്കെ, ഇനി വരുന്ന മെയിൻ ഡൗട്ട് അല്ലെങ്കിൽ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? പലരും വിചാരിക്കും ഇയാൾ 1 hour ടൈം ഫ്രെയിമിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് അതൊന്ന് എൻട്രി എടുക്കുന്ന കാര്യമില്ലേ? എന്തുകൊണ്ട് 5 മിനിറ്റിൽ ഈ പ്രീമിയം ബസ് ഡിസ്കൗണ്ടും എന്താണ് ഡി ആർ ടി ലെവലും 5 മിനിറ്റിൽ എടുത്തുകൂടാ? ഞാനൊരു 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ 1 hourലേക്കൊക്കെ പോയി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 5 മിനിറ്റിൽ ധൈര്യം ഉണ്ടെങ്കിൽ പ്രീമിയം ബസ് ഡിസ്കൗണ്ടും ഡി ആർ ടി ലെവലും കാണിക്കൂ എന്നൊക്കെ ചിലപ്പോൾ പലരുടെ ഉള്ളിലും വന്നേക്കാം. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇനി 5 മിനിറ്റിൽ നമ്മൾ നോർമലി എന്താണ് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈവൻ കൊമ്മോഡിറ്റി ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, 5 മിനിറ്റിൽ ഒരു ലോവർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, 5 മിനിറ്റിൽ ഇത് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുമോ? പറ്റും, എന്തിലും പറ്റും. ഓക്കെ, ഇനി എന്തിലും പറ്റുമെന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ എന്താണ്, ഇനി തിയറി ഒന്നും ഞാൻ ഇപ്പോൾ തൽക്കാരണം പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നേരെ പ്രാക്ടിക്കലിൽ തന്നെ നമ്മൾ ഈ ഡി ആർ ടി ലെവലും പ്രീമിയം ബസ് ഡിസ്കൗണ്ട് VS ആണ്, ആൻഡ് ആയിപ്പോയി. പ്രീമിയം ബസ് ഡിസ്കൗണ്ടും നമ്മൾ ലോവർ ടൈം ഫ്രെയിം എങ്ങനെയാണ് 5 മിനിറ്റിൽ എൻട്രി എടുത്തിട്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് 1 മിനിറ്റിൽ മൈക്രോ സ്ട്രക്ചർ നോക്കിയിട്ട് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ചാർട്ടിൽ നോക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലാണ്. ഓക്കെ, കഴിഞ്ഞതിൽ നമ്മൾ 1 hourലാണ് പറഞ്ഞത്. ഓക്കെ, ഇനി 5 മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കി ട്രേഡ് എടുക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ 5 മിനിറ്റിലാണ് നോക്കട്ടെ. നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് പ്രൈസ്. കണ്ടില്ലേ, ഒരു ബുള്ളിഷ് ട്രെൻഡാണ് പ്രൈസ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിൻ്റെ സ്വിങ് ലോ ഏതാണ്? സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതാണ് സ്വിങ് ലോ. എന്തുകൊണ്ടാണ് ഇന്ന് സ്വിങ് ലോ എന്ന് പറയുന്നത്? അവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചതിന് ശേഷമാണ്. ആക്ച്വലി എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. നമുക്കെന്താണ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടി. നമുക്കെന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്കും കിട്ടി. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്കും കിട്ടി. ഓക്കെ, അതിനുശേഷം സ്വിങ് ലോ കിട്ടി. നമ്മൾ സ്വിങ് ഹൈ, എന്തുകൊണ്ടാണ് സ്വിങ് ഹൈ ഇവിടെ തിരഞ്ഞെടുത്ത്? പ്രൈസ് പ്രീവിയസ്ലി ഉണ്ടാക്കിയ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതൊരു മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവാം. അതിനുശേഷം നമ്മൾ 1 മിനിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. 1 മിനിറ്റ്, അതിന് 1 മിനിറ്റിൽ നോക്കുന്ന സമയത്ത്, ഓക്കെ കണ്ടില്ലേ, 1 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇതിനെ സ്വിങ് ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? സ്വിങ് ഹൈയും സ്വിങ് ലോയും, ഇത് സ്വിങ് ഹൈ ആണ്, മാറിപ്പോയി, സ്വിങ് ഹൈ. അപ്പോൾ സ്വിങ് ലോയും സ്വിങ് ഹൈയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നോക്കേണ്ടത് എന്താണ്, നമ്മളുടെ ഫിബോനാച്ചി ടൂൾ എടുക്കുന്നു, സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മളുടെ 5 മിനിറ്റ് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നമ്മളെന്താണ്, നമ്മളുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോയിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഡീലിംഗ് റേഞ്ച്. ഡീലിംഗ് റേഞ്ചിൽ ഇത് എന്താണ്, പ്രീമിയം ഏരിയ, ഇത് ഡിസ്കൗണ്ട് ഏരിയ. ഇനി എന്ത് സംഭവിക്കാം, പ്രൈസ് ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മുടെ ഡീലിംഗ് റേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് പ്രൈസ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഓർഡർ ബ്ലോക്സ് ഇവിടെ ഉണ്ട്. ഏതാണ് ഓർഡർ ബ്ലോക്ക്? നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്
ഉണ്ട്. കണ്ടില്ലേ, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഓർഡർ ബ്ലോക്ക് അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എന്താണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എന്താ, എവിടെയാണ് നോക്കൂ നിങ്ങൾ? ഡിസ്കൗണ്ട് ആണ്. അതുകൊണ്ട് എന്താണ്, ഈ രണ്ട് ഓർഡർ ബ്ലോക്കും വാലിഡ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഓർഡർ ബ്ലോക്കും വാലിഡ് ആണ്. അപ്പൊ എന്താണ്, എനിക്കൊരു ഡൗട്ട്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് മുകളിലേക്ക് ടാർഗറ്റ് വെക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ എന്ന് ഡൗട്ട് വരും. അപ്പോഴാണ് നമ്മൾ പ്രീമിയം ഫസ്റ്റ് ഡിസ്കൗണ്ടിന്റെ ലേറ്റസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ടുള്ള DRTനെ യൂസ് ചെയ്യുന്നത്. സെറ്റിങ്സ് പോവുക, 0.25ഉം 0.75ഉം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഡിസ്കൗണ്ടിൽ തന്നെ നോർമൽ, കണ്ടില്ലേ, നോർമൽ ഡിസ്കൗണ്ടിലാണ് ആദ്യത്തെ ഓർഡർ ബ്ലോക്ക്. ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് നമ്മളുടെ താഴെയുള്ള ഓർഡർ ബ്ലോക്ക്. അപ്പം ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നും എടുക്കാം, ഇവിടെ നിന്നും എടുക്കാം. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾ നോക്കൂ, പ്രൈസ് നമ്മളുടെ നോർമൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ടാപ്പ് ചെയ്തു. എന്താണ് നോർമൽ ഡിസ്കൗണ്ട് പ്രൈസിലുള്ള ഓർഡർ ബ്ലോക്ക് ഒന്ന് എൻട്രി ചെയ്തു. ഞാൻ ഇവിടെ ഒരു എൻട്രി, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഒരു 1:2 അച്ചീവ് ചെയ്യാനുള്ള രീതിയിൽ എൻട്രി എടുത്തു. പ്രൈസ് എന്താണ്, ഓൾറെഡി തിരിച്ച് മാർക്കറ്റ് മുകളിൽ എന്തായാലും ഇത്ര ഒരു മൂവ് തന്നല്ലോ. അതിനുശേഷം എന്താണ്, പ്രൈസ് താഴേക്കാണ് വരുന്നത്. എന്തിനാണ്, നമ്മളുടെ DRT ലെവലിലെ ഡീപ്പ് ഡിസ്കൗണ്ട് നമ്മൾ നോക്കും. നിങ്ങൾ ഡീപ്പ് ഡിസ്കൗണ്ടിൽ ടാപ്പ് ചെയ്തല്ലോ. ഡീപ്പ് ഡിസ്കൗണ്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിന്നെ പ്രൈസ് മുകളിലേക്കാണ്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ പ്രൈസ് മുകളിലേക്കാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ല ഡീപ്പായിട്ട് നമ്മളുടെ ലെവലിലേക്ക് ടാപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, 1:2 വെക്കാം, 1:3 വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ. ഞാൻ എന്താണ്, അറൗണ്ട് ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഈ ഒരു ഏരിയയിൽ വെക്കും. എന്താണ്, ഇത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിലായിരിക്കും ഇപ്പോൾ വെക്കുന്നത്. കുറച്ച് ഒരു 1:3 എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ അറൗണ്ട് ഈ ഒരു ഹൈ ലെവലിലായിട്ട് നമ്മൾ എൻട്രി വെക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലും ലോവർ ടൈം ഫ്രെയിമിലും നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാം, ലോവർ ടൈം ഫ്രെയിം വെച്ചിട്ടും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാം. ഹയർ ടൈം ഫ്രെയിം വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഹോൾ പിക്ചറിൽ ഇപ്പം മാർക്കറ്റ് ഏത് സോണിലാണെന്ന്, ഏത് ടെറിട്ടറി, ആരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് ഏത് ലെവലിലാണ് പ്രൈസ് ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം എന്താണ്, ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലാണ് നമ്മളിത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ലോവർ ടൈം ഫ്രെയിംസിൽ ചെയ്യണ്ടെന്നല്ല, ലോവർ ടൈം ഫ്രെയിമിലും ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഹയർ ടൈം ഫ്രെയിംസ് വീക്ക്ലി ഡെയിലി രീതിയിൽ ചെയ്യാം. ഇപ്പം നമുക്ക് എന്താണ്, നോർമലി ഇപ്പോഴത്തെ പ്രൈസിൻ്റെ ആ ഒരു ഇത് നോക്കാം. ഓക്കെ, എന്താണ്, ഞാൻ 1 വീക്ക് ടൈം ഫ്രെയിമാണ് ഇപ്പം ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നിഫ്റ്റിയിലെ കറണ്ട് നിഫ്റ്റിയിൽ എന്താണ്, കറണ്ട് ലെവൽ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പ്രീമിയം ഫസ്റ്റ് ഡിസ്കൗണ്ട് നമ്മുടെ വീക്ക്ലി ലോ ടു നമ്മളുടെ ഡീലിംഗ് റേഞ്ച് ഹൈ, ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. പ്രൈസ് ഉള്ളത് എവിടെയാണ്, ഡീപ്പ് പ്രീമിയത്തിലാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. ഡീപ്പ് പ്രീമിയത്തിൽ എന്ത് ചെയ്യണം, സെല്ലിങ് ചെയ്യണം. ഓക്കെ, ബ്ലൈൻഡായിട്ട് സെല്ല് ചെയ്യരുത്. എന്താണ്, പ്രൈസ് അപ്പ് മൂവിലാണ്, പക്ഷെ DRT ലെവൽ പ്രകാരം പ്രൈസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, ഡീപ്പ് പ്രീമിയത്തിലാണ്. ഓക്കെ, പ്രൈസ് താഴേക്ക് വരാം.
ഓക്കെ, ഇക്വിലിബ്രിയം വരെ വരാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാം. ഇതൊക്കെ ഒരു തിയറിയാണ്. ഓക്കെ, നമ്മൾ അത് എങ്ങനെ ആപ്ലിക്കബിൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് നേരെ തിയറി പാർട്ടിലേക്ക് പോവാം. ഇനി നമ്മളിപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് പഠിച്ചു. അതിൽ പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ, ഇക്വിലിബ്രിയം ഏരിയ, ഈ ഒരു 3 കോമ്പോണൻസ് ആണുള്ളത്. അതുപോലെ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DRT ലെവൽസ് നമ്മൾ പഠിച്ചു. അതിലെന്താണ്, പ്രീമിയത്തിന് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡീപ്പ് പ്രീമിയം, നോർമൽ പ്രീമിയം. അതുപോലെ ഡിസ്കൗണ്ടിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു നോർമൽ ഡിസ്കൗണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട്. ഇക്വിലിബ്രിയം രണ്ടിലും കോൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിൾ പ്രൈസ് ലെവലിലാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ ചാർട്ടിൽ പോയിട്ട് നമ്മൾ എക്സാമ്പിൾസ് നോക്കി. ഇനി എന്താണ് നമ്മൾ പറയേണ്ടത്, POI, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതാണ് പലർക്കുള്ള ഡൗട്ടാണ് POI എന്ന് പറയുന്നത്. POI എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണ്, നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഡീലിംഗ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം വാസ് ഡിസ്കൗണ്ട് വെക്കുന്ന സമയത്ത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് എവിടെയാണ്, പ്രീമിയത്തിലാണ്. അത് POI അല്ല, ഓർഡർ ബ്ലോക്കാണ്, പക്ഷെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. കാരണം എന്താണ്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഡിസ്കൗണ്ട് ഏരിയയിൽ തന്നെ വേണം. ഓക്കെ, അതുപോലെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്, ഇതൊക്കെ ഇവിടെ വേണം, ഡിസ്കൗണ്ടിലല്ല വേണ്ടത്. ഇവിടെ വേണം, പ്രീമിയത്തിൽ വേണം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഇത് നമ്മളൊരു സ്വിങ് ലോ ആയിട്ടും ഇതൊരു സ്വിങ് ഹൈ ആയിട്ടും കണക്കാക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് കണക്കാക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഏതായിരിക്കും, ഇവിടെ ഉള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതും ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ഇതും ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ഇതിലും ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഏത് ഓർഡർ ബ്ലോക്ക് ചൂസ് ചെയ്യണമെന്ന് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ആയിരിക്കും. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇത് പ്രീമിയത്തിലാണ് ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. അതൊരിക്കലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിൽ രണ്ടായിരിക്കും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോഴും നമുക്ക് ഡൗട്ട് വരികയാണ്, ഇതെടുക്കണോ, ഏത് വിക്ക് ചെയ്യണം. ഓക്കെ, ഏത് വിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ DRT ലെവൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഡിസ്കൗണ്ടിനെ തന്നെ നമ്മൾ രണ്ടായി തിരിക്കുമ്പം ഈ ഓർഡർ ബ്ലോക്ക് വരുന്നത് നോർമൽ ഡിസ്കൗണ്ടിലാണ്, ഈ ഓർഡർ ബ്ലോക്ക് വരുന്നത് എവിടെയാണ്, ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് നോർമൽ ഡിസ്കൗണ്ടിൽ എത്തുന്ന സമയത്ത് എൻട്രി എടുക്കാം. ഓക്കെ, പക്ഷെ നമ്മളുടെ ആക്ച്വൽ POI എവിടെയാണ്, ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഇവിടെ എത്തുന്ന സമയത്ത് എന്താണ്, കുറച്ചുകൂടി റിസ്ക് ഫ്രീ ആണ്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഞാൻ ഒരു ടെസ്റ്റാണ്, നിങ്ങൾക്ക് ഇത്രത്തോളം ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളൊരു ടെസ്റ്റാണ്. നമുക്കെന്താണ്, നമുക്ക് ഇതിനൊരു സ്വിങ് ലോ ആയിട്ടും ഇതിനൊരു സ്വിങ് ഹൈ ആയിട്ടും കണക്കാക്കി. ഞാൻ ഇവിടുന്ന് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈയിലേക്ക് ഞാനൊരു ഫിബ് വരച്ചു. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത് DRT ലെവൽസ്. നിങ്ങൾ പറയാ, ഇതിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ്, ഇതാണോ 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 ഇതാണോ? ഞാനൊരു 5 സെക്കൻഡ് സമയം തരാം, നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ ഈ 4 ബുള്ളിഷ് ഓർഡർ ബ്ലോക്കുകളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള POI, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 5 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഏതാണ്, ഇതല്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് പ്രീമിയത്തിലാണ് കിടക്കുന്നത്, ഇത് കിടക്കുന്നത്, നോർമൽ പ്രീമിയത്തിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇതല്ല. കാരണം എന്താ, ഇത് ഓർഡർ ബ്ലോക്കേ അല്ല. കാരണം എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. ഇതെന്താണ്, ഇത് ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ, അടുത്തതോ, ഇത് റൈറ്റ് ഓർഡർ ബ്ലോക്ക് ആണ്. കാരണം എന്താണ്, ഇതിന് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണ്, ഡിസ്കൗണ്ടിലാണ്. പലരും വിചാരിച്ചത് ഇതാണെന്നാണ്, ഇതല്ല. കാരണം എന്താണ്, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടാത്ത ഓർഡർ ബ്ലോക്കാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടാതെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇത് എന്താണ്, ഇത് ലിക്വിഡിറ്റി ആണ്. ആക്ച്വൽ നമ്മുടെ POI എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. ഓക്കെ, ഇതാണ്. ഓക്കെ,
ഇതാണ്. ഇതെന്താണ് ഇതിന് മുകളിലുള്ള ഇത് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വന്നിട്ട് ഈ ഓർഡർ ബ്ലോക്ക് ഓർഡർ എടുക്കുന്നത് പോലെ കാണിക്കും. തിരിച്ച് വാലിഡ് പി ഒയിലേക്ക് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അടുത്തെന്താണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമുക്കൊരു ബെയറിഷ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ നോക്കൂ നിങ്ങൾ. ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് സ്ട്രക്ചർ ബ്രേക്ക്, ഇതിൽ ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, 2 ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, 3 ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, 4 ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇതിൽ ഏതാണ് റൈറ്റ് പി ഒ ഐ? റൈറ്റ് പി ഒ ഐ നോക്കുന്ന ഏതാണ്? നമ്മൾ എന്ത് ചെയ്തു, സ്വിങ് ലോ ടു സ്വിങ് ഹൈ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഡിസ്കൗണ്ടിലാണ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബെയറിഷ് ഓർഡർ ബ്ലോക്ക് പി ഒ ഐ എന്ന് പറയുമ്പം പ്രീമിയത്തിൽ വരണം. നിങ്ങൾ നോക്കൂ, ഇത് വാലിഡ് ആണ്. ഇതാണോ? ഇത് വാലിഡ് അല്ല. ഇത് പ്രീമിയത്തിലാണ്, പക്ഷെ എന്താണ്, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കാത്ത ഓർഡർ ബ്ലോക്കാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കാത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇൻഡ്യൂസ്മെന്റ് ആയിരിക്കും. അത് ലിക്വിഡിറ്റി ആവാൻ വേണ്ടി ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതെന്താണ്, ഇതും വാലിഡ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇതും വാലിഡ് ആണ്, ഇതും വാലിഡ് ആണ്, ഇതിൽ ഏതെടുക്കണം? അതിനാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ഡി ആർ ടി ലെവലിൽ എന്താണ്, ഡീപ്പ് പ്രീമിയത്തിലാണ് ഈ ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പും സ്ട്രക്ചർ ബ്രേക്കും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പ്രൈസിന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഇതും വാലിഡ് ആണ്. ഇവിടെ നിന്നും ഒരു മൂവ്മെന്റ് താഴേക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന 1:2 1:3 ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഡീപ്പ് പ്രീമിയത്തിലുള്ള നമ്മുടെ റൈറ്റ് പി ഒ എന്ന് പ്രൈസ് റിവേഴ്സൽ ആകും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് നേരെ കൺക്ലൂഷനിലേക്ക് വരാം. നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ എന്തായിക്കോട്ടെ, നിങ്ങൾ ICT ട്രേഡർ ആയിക്കോട്ടെ, SMC രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇനി രണ്ടും വേറെ വേറെ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ബ്രേക്ക്ഔട്ട് ട്രേഡർ ആയിക്കോട്ടെ, എന്ത് ട്രേഡർ ആയിക്കോട്ടെ, ഈവൻ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏരിയ ശരിയായിട്ടുള്ള ഏരിയ ആണോ? സെല്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ സെല്ല് ചെയ്യുന്ന ഏരിയ സെല്ലേഴ്സ് ഉള്ള ഏരിയ ആണോ എന്ന് മനസ്സിലാക്കിക്കൂടെ? ഓക്കെ, അങ്ങനെ അതാണ് ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് പകരം ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. എന്താണ്, ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തേക്ക്. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രീമിയം വസ് ഡിസ്കൗണ്ട് ക്ലാസ് അല്ലെങ്കിൽ DRT ലെവൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ അധികം വീഡിയോസ് ഒന്നും കാണില്ല. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തൊരു വീഡിയോ കാണാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ, എനിക്കറിയില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക, വരൂല. അധികം വീഡിയോസ് ഉണ്ടാവില്ല, ഒരു 10-15 കൂടുതൽ വീഡിയോസ് കാണില്ല. കാരണം എന്താണ്, ഇതൊന്നും ആർക്കും വേണ്ട. ഓക്കെ, DRT ലെവൽ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ വെറും സ്റ്റുപ്പിഡാണ്. എല്ലാവർക്കും വേണ്ടത് എന്താണ്, സ്ട്രാറ്റജിയാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പം ഇതും അങ്ങോട്ട് ക്രോസ് ആകുമ്പോൾ എല്ലാവർക്കും സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് യൂട്യൂബ് എന്താ പറയുക, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ, അവർക്ക് വേണ്ടത് വ്യൂവേഴ്സാണ്. ഓക്കെ, ഈ ഇമാതിരി സാധനങ്ങൾ ഇട്ടാലേ ഇവർ കാണൂ. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ്, സൈക്കോളജി, ഇതൊന്നും ആർക്കും കാണേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സ്ട്രാറ്റജി, എല്ലാവർക്കും സ്ട്രാറ്റജി മതി. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ടെന്ന സ്ട്രാറ്റജി. ഓക്കെ, ധമാക്ക സ്ട്രാറ്റജി, ദിവാലി സ്ട്രാറ്റജി, പലതരത്തിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, ഞാൻ അധികം പറഞ്ഞ് കൊളാക്കുന്നില്ല. ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്താണ്, ന്യൂയോർക്ക് വാൾ സ്ട്രീറ്റിൽ അധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രേഡർ, അറൗണ്ട് 40 കൊല്ലം എങ്ങനെയാണ് തോന്നുന്നു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രീമിയം വസ് ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയുന്ന കാര്യം ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പ്രീമിയം വസ് ഡിസ്കൗണ്ട്, ലിക്വിഡിറ്റി ബേസിൽ പ്രീമിയം വസ് ഡിസ്കൗണ്ട് പ്രീമിയം, ഇതൊക്കെ പറഞ്ഞത് വെറുതെ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ അപ്പം ലാസ്റ്റ് ഇത് കൊണ്ടുപോയി വെക്കാൻ കാരണം എന്താണ്, ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുന്നവർക്ക് ആയിരിക്കും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. പലരും ലെങ്ത്ത് കാണുന്ന സമയത്ത് പേടിക്കും. 1 മണിക്കൂർ, എൻ്റെ വിലയേറിയ 1 മണിക്കൂർ പോകുന്നു. ഓക്കെ, നമ്മൾ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ഡ്യൂറേഷൻ ഞാൻ നോക്കാറില്ല.
ഓക്കെ, പറയാനുള്ള കാര്യം മുഴുവനായിട്ട് പറയാ. ഓക്കെ, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനല്ല ഇത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. നിങ്ങൾ എന്തായാലും കാണുക. താങ്ക് യു. വീഡിയോ കാണാൻ മറക്കല്ലേ. First thing you really need to know and understand is that the algorithms control the stock market. The algorithms, Yeah. not the big institutional players, not the huge hedge funds, not anybody. It's the algorithms Yeah. that control the market. What do I mean by that? Well, it's very, very simple. You have premium in a market on a day-to-day basis, premium levels, and you have discount levels. And if the market is moving up towards a premium level, Yeah. the algorithms are going to go to that area Oh, I to see. create liquidity. Okay. Conversely speaking, if the market is coming down and the direction is lower, Yeah. the algorithms are going to go. They're going to go to that discount area and they're see. going to create liquidity. And they're going to okay. create volatility to get the fractions moving.